മാസം എത്ര കിട്ടും? ഇപ്പോൾ നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് വരാൻ നിൽക്കുന്ന ഒരുപാട് പേര് എന്നോട് ചോദിച്ച സംശയമാണ്. നമുക്കൊരു സ്റ്റുഡൻ്റായി നിൽക്കുന്ന സമയത്ത് ഒരു പാർട്ട് ടൈം ആയതുകൊണ്ട് മാത്രം എത്ര യൂറോ സമ്പാദിക്കാൻ പറ്റും? ഇത് പാർട്ട് ടൈം മാത്രം ചെയ്ത് ഏകദേശം 900 യൂറോ മുതൽ 1200 യൂറോ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏൺ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ എവിടെ വർക്ക് ചെയ്യുന്നത്, ഏത് സ്റ്റേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ പാർട്ട് ടൈമിൻ്റെ അവൈലബിലിറ്റി എല്ലാം അനുസരിച്ച് അങ്ങോട്ട് മുടക്കം മാറി നിൽക്കാം. 900 താഴെ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്, 1200 മുകളിൽ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ മെക്ഡി, ബർഗർ കിങ്, KFC ഇതുപോലെ സ്ഥലത്തൊക്കെ ബേസിക് പേ അല്ലെങ്കിൽ അതിൽ കുറച്ചധികം മാത്രമേ നമുക്ക് പേയ്മെന്റ് കിട്ടുള്ളൂ. ആമസോൺ, DHL ഇതുപോലത്തെ വെയർഹൗസ് വർക്ക് ചെയ്യുന്ന സമയത്ത് 15 അല്ലെങ്കിൽ 15.5 ഒക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും ഏകദേശം 25% അടുത്ത് നമുക്ക് എന്ത് എക്സ്ട്രാ കിട്ടും. ബേസിക് പേ എന്ന് പറയുന്നത് 12.82 ആണ്. ഇവിടെ പാർട്ട് ടൈം എന്നതിന് കൂടെ തന്നെ നമുക്ക് മിനി ജോബ് ചെയ്യാൻ പറ്റും. ഈ മിനി ജോബ് എന്ന് പറയുന്നത് ടാക്സ് ഫ്രീ ആണ്. നമുക്ക് ഒരാഴ്ച ഏകദേശം 10 hours എന്ന് വെച്ചാൽ മന്ത്ലി 40 hours വരെ നമുക്ക് എന്ത് ചെയ്യാം, മിനി ജോബ് ചെയ്യാൻ പറ്റും. മിനി ജോബ് കൂടെ ചെയ്യുന്ന സമയത്ത് തുകയായിട്ട് ഒരു 1000 എന്നുള്ളത് 1400 യൂറോ അല്ലെങ്കിൽ 1500 യൂറോ വരെ നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളെ ചിലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് മാസം ഏകദേശം എത്ര ഒരു 200 അല്ലെങ്കിൽ 350 യൂറോസ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ പാർട്ട് ടൈം മിനി ജോബും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സേവിങ്സും എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള പൈസ ഞാനിവിടെ നിന്ന് ഏൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ഇപ്പം ഈ ഔട്ടേഴ്സിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് പാർട്ട് ടൈം കിട്ടാനും അവിടെ പേയ്മെൻറ്റ് ചിലപ്പം കുറവായിരിക്കും. അപ്പോൾ അവർക്ക് ചിലപ്പം കുറവ് സാലറി ആയിരിക്കും കിട്ടുക. പക്ഷേ അതേപോലെ തന്നെ അവർക്ക് അവിടെ റെൻറ്റ് കുറവായിരിക്കും. ഇവിടെ നമുക്ക് ഫ്രാങ്ക്ഫർട്ടിൽ റെൻറ്റ് കൂടുതലാണ്, അതേപോലെ തന്നെ പേയ്മെൻറ്റും കൂടുതൽ കിട്ടും, ജോലി കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നമുക്ക് വരവ് മാത്രമല്ലല്ലോ, ചിലവും കൂടെ ഉണ്ടല്ലേ. അപ്പം ചിലവും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ പറഞ്ഞുതരാം. അപ്പം അടുത്ത പാർട്ടി സന്ധിക്കും വരെ വണക്കം.